അവള് വിളിക്കുന്നല്ലോ. ഹലോ, ആ ഇതൊരു പക്ക 420 തന്നെ. എന്താണ് നീ പറഞ്ഞത്? 420 പറഞ്ഞ ഞാനൊരു ഉടായ്പാന്നല്ലേ നീ ഉദ്ദേശിച്ചേ? അല്ലല്ല, സോറി, ടങ് ഓഫ് ദ സ്ലിപ്പ്. ഓ അല്ല, സ്ലിപ്പ് ഓഫ് ദ ടങ്. 450 എന്നാ ഉദ്ദേശിച്ചേ. ഓ, നിങ്ങളുടെ 450 കാരണം എന്റെ കഴുത്തൊടിയുന്നു. വേഗം ഒന്ന് വന്ന് വാങ്ങിച്ചിട്ട് പോ. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ട് തരാനുള്ള കാശ, എന്നിട്ടും എന്തോ ധർമ്മം തരും പോലെ അവളുടെ വർത്തമാനം. ഇതുപോലൊരു ഫ്രോഡിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ എപ്പോഴും മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാ നിന്റെ കണ്ണ് കേടാകും അനഘേ. ഒരു കുഴപ്പമില്ല ചമ്മേ, എന്റെ കണ്ണ് ഇപ്പോഴും എപ്പോഴും ഷാർപ്പാ. എന്നാ നീ ഇതൊന്ന് കോർത്തുക. ഞാൻ കോർത്തരാ ചമ്മേ. വേണ്ട, ഇവള് കോർക്കട്ടെ. ഷാർപ്പ് കണ്ണുള്ളത് അവക്കല്ലേ. അച്ഛനവിടെ? അടുക്കളയെ കാണും. ദിവസത്തിന്റെ 3/4 സമയവും അവൻ അവിടാണല്ലോ. മോനെ ശേഖര, ഒന്നിങ്ങോട്ട് വന്നേ. ദേ ഹരികൃഷ്ണൻ വിളിക്കുന്നു. എന്താ അമ്മേ വിളിച്ചത്? മാട്രിമോണി ഏജൻസിന്ന് വിളിച്ചിരുന്നു. 11:30 പെണ്ണ് കാണാൻ പോകുന്ന പറയുന്നു. ആ, അപ്പൊ ഞങ്ങളൊക്കെ റെഡിയായി നിക്കാം. കൂടുതൽ അണിഞ്ഞൊരുക്കലൊന്നും വേണ്ട. ഇങ്ങി വന്നേ ശേഖര. ശേഖര, നിന്റെ അനിയനെ കൂടെ വിളിക്കാൻ പറ അവനോട്. ഇങ്ങനെ സംശയിച്ച് നിക്കാതെ അവനോട് പറ. അവൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് പറ. അറിയിച്ചാ വല്യേട്ടന്റെ കല്യാണത്തോടെ നമ്മൾ 2 വീട്ടുകാരും ഒന്നാവട്ടെ. അത് തന്നെ. വല്യേട്ടൻ എതിർപ്പൊന്നും പറയത്തില്ല. കല്യാണ തീരുമാനത്തോടെ വല്യേട്ടൻ ആളാകെ മാറിയെന്നേ. നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ചോദിക്കാൻ മോളെ. എന്താ ഇവിടെ ഒരു സഭ? ഒന്നുമില്ല, നിന്നോടൊരു കാര്യം പറയണമെന്ന് ഇവിടെ എല്ലാവരുടെ അഭിപ്രായമാണ്. എന്ത് കാര്യം? അതായത് നമ്മുടെ വീട്ടിൽ ആദ്യമായൊരു മംഗളകർമ്മം നടക്കുമ്പോ മുഖപുരൊന്നും ഇല്ലാത്ത കാര്യം പറയാമോ? എനിക്ക് പുറത്തു പോയിട്ട് ചിലത് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ലൊരു കാര്യത്തിന് പോകുമ്പോ എന്തായി പറഞ്ഞു വരുന്നേ? മോനെ ഹരി, നമുക്ക് രാജപ്രതാപനെ ഇമ്പോസിബിൾ, അസാധ്യം. ചുറ്റി വിളിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് ഏകദേശം സംശയം തോന്നി. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ എന്റെ ആജന്മ ശത്രുവിനെ കൂടെ കൂട്ടി സർവ്വം നശിപ്പിക്കണം എന്നാണ് നിങ്ങളുടെ ആവശ്യം. മോനെ, ഞാൻ പറയാം, നീ അവന്റെ പേരിൽ കേസ് കൊടുത്തൊക്കെ ശരിയല്ല. അത് കോടതിയിൽ നടക്കട്ടെ. ഇത് പക്ഷേ മറ്റൊരു വലിയ കാര്യമല്ലേ? ബന്ധുക്കളെയൊക്കെ വിളിച്ച് മതി. ദേ, മര്യാദ ചടങ്ങെന്നൊക്കെ ഇന്നലെ രാത്രി അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞതുകൊണ്ടാ നിങ്ങളും വന്നോളൂ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ആ മനുഷ്യനെ കൂട്ടി പോകണമെന്നാണെങ്കിൽ നിങ്ങളൊക്കെ എവിടെ ഇരിക്കുക? ഞാൻ അഭിലാഷിനെ കൂട്ടി പോയി കണ്ട് വന്നിട്ട് വിവരം നിങ്ങളോട് പറയാം.